ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. വിള്ളൽ വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ധാർമ്മികത CPM എന്ത് ധാർമ്മികത? ഇത് പറയാൻ ഉളുപ്പുണ്ടോ, നാണമുണ്ടോ? യെസ്, നമ്മളെ പിന്നെ വയനാട് പോയിട്ട് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെന്ത് പറയാനാ? നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അല്ല, ആ വീട്ടുകാരൻ എന്താ പറഞ്ഞേ? ഞങ്ങളാരും പറയണ്ട. ആ വീട്ടുകാരൻ എന്ത് പറഞ്ഞു നമ്മളെല്ലാം കണ്ടയാ. ഞങ്ങളാരും പറഞ്ഞതല്ല. ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിൻ്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാണ്. ഏതാ? ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. അല്ല, ഇതിനിപ്പം വീട്ടുകാർ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞങ്ങളാരും പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ കേട്ടു. അതിപ്പം അങ്ങാടി തോറ്റതിന് അത്രേ ഉള്ളൂ. കാരണം സത്യം പറയുന്ന ആരാണെങ്കിലും ഇവിടെ ചിലർ അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു കാലമാണല്ലോ ഇത്. സഹിഷ്ണുത ഉണ്ടാവണം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളം കരയേറി വന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ ദുരന്തമായിട്ട് ഞാൻ കരുതുക. കാരണം അതുകൊണ്ട് സത്യം മറച്ചു വെക്കുവാൻ എത്ര സൈബർ ആക്രമണം നടത്തിയിട്ടും കാര്യമില്ല. ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് UDFൻ്റെ വരും. ഇതിനൊക്കെ അന്വേഷണം ഉണ്ടാകും. അടുത്ത മുഖ്യമന്ത്രി ഉറപ്പിക്കും, അത് യാതൊരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മുഖ്യമന്ത്രി, അടുത്ത UDF സർക്കാർ അതെല്ലാം അന്വേഷിക്കുന്നതായിരിക്കും. സത്യം പുറത്തു വരും. എങ്ങനെയാണ് ഇത്രയും വീക്കായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഉണ്ടാക്കുന്നവർ ആലോചിച്ചാൽ മതി. ഞാൻ പറയാൻ ആളല്ല. ഞങ്ങള് ഇപ്പൊ പണിഞ്ഞ് സർക്കാരിന്റെ കാശ് കൊണ്ട് പണിഞ്ഞ വീടിന് വിള്ളൽ വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ധാർമ്മികത CPM എന്ത് ധാർമ്മികത? ഇത് പറയാൻ ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, മര്യാദയുണ്ടോ? കാരണം ഞങ്ങളുടെ പണം, ഇവിടുത്തെ ജനങ്ങളുടെ പണം, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പണം, ഇവിടുത്തെ കർഷക തൊഴിലാളിയുടെ പണം എടുത്ത് ഇവിടെ വീടുകൾ ഉണ്ടാക്കി. ഇവിടെ കർണാടക ഗവൺമെൻറ് ഉൾപ്പെടെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ലോകമെമ്പാടുള്ള മലയാളികൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഈ സർക്കാർ കാണിച്ചത്? ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആദ്യ സർക്കാർ പൊതുജനത്തിന് കാശ് പിരിച്ച കണക്ക് പറയട്ടെ, എന്നിട്ട് ഈ വിള്ളലുള്ള വീടുണ്ടാക്കി എടുത്തിട്ട് കണക്ക് പറയണ്ടേ ഞങ്ങളുടെ കേട്ടോ. അങ്ങനെയൊന്നും ഇവിടുത്തെ ജനങ്ങളുടെ പൈസ പഞ്ചിച്ചെടുത്തിട്ട് വർത്തമാനം പറയണ്ട. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. ഉണ്ടായിരിക്കും. മെയ് 4 ഞങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. മെയ് 5-നോ 6-നോ അടുത്ത മുഖ്യമന്ത്രി അധികാരമേക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. അത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും.